റൈറ്റിലേക്ക് പോയിട്ട് ലൈൻസ് വരണം. അതുപോലെ ദിസ് ലൈൻസ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ പോയിട്ട് എക്സ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വരണം. നിങ്ങൾക്ക് ഇവിടെ ബോർഡിൽ കാണുമ്പോൾ കുറച്ച് ചെയ്തതായിട്ട് തോന്നാം. ഓക്കെ, സോ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പാരലായിട്ട് തന്നെ വരക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, നൗ പോയിന്റ് C1 ഡാഷ് ആൻഡ് റൈറ്റ് സൈഡിലേക്ക് സി എന്ന് വരച്ച ലൈൻ മീറ്റ് ചെയ്യുന്നതായിരിക്കും C1. സോ C1. അതർ പോയിന്റ്സ് ഏതൊക്കെയാ? എ ബി സി. നെക്സ്റ്റ് ഡി ഇവിടെ റൈറ്റ് സൈഡിലേക്ക് ഡി എന്ന് വരച്ച ലൈൻ D1 ഡാഷ് താഴേക്ക് വന്ന് മീറ്റ് ചെയ്യുന്നത് D1. സിമിലർലി E and E1 dash E1, F and F1 dash F1. So top face all corners right. Next we have to mark the points of the base. That is P right side like and third P angle same line same line P and P1 dash. It is P1. Q and Q1 dash. It is the Q1. R and R1 dash. R1. S and S1 dash meet in the S1. T and T1 dash meet in the T1. U and U1 dash meet in the U1. So total there are 12 corners for a hexagonal prism. All corners, we have got all corners here. Okay. Now what we have to do is join the extreme points to form a boundary. ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് ഒരു ബൗണ്ടറി ഫോം ചെയ്യാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം, ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്യാം. അങ്ങനെ ടി കഴിഞ്ഞിട്ടാണ് എക്സ്ട്രീം ആയിട്ട് വരുന്നത് SO FO അല്ല, നെക്സ്റ്റ് ഇ ആണ്. സോ നേരെ ഇയിലേക്ക് പോയിട്ട് ചെയ്യാം. ദെൻ ഇ ടു ഡി എന്ന് സിയിലേക്ക്, ദെൻ സി ടു ബി, പി എന്ന് ക്യൂയിലേക്ക് വരിക, ദെൻ ക്ലോസ് ചെയ്യാം. So this forms the boundary of the obtained points. അല്ലെ, ഇത്രയും പോയിന്റ്സ് ഏറ്റവും ബൗണ്ടറി വരയ്ക്കുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. Now നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പോസ്റ്ററിൽ നമുക്ക് എല്ലാ പോയിന്റ്സും വിസിബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ഈ ഇൻക്ലൈൻ ടു HP ആയിട്ട് പ്ലേസ് ചെയ്യുന്ന സമയത്ത് while we are looking from the ടോപ്പ് എന്ന് വ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ കോർണേഴ്സും വിസിബിൾ ആയിരിക്കില്ല. Some corners will be invisible. അത് we have to find which all points will be invisible, which all points are visible. അപ്പൊ അതിലൊരു കാര്യം മനസ്സിലാക്കുക, ആ ഈ റൂൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ പറയുന്നത്. ഈ ബൗണ്ടറിയുള്ള എല്ലാ പോയിന്റ്സും വിസിബിൾ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അത് തിക്കായിട്ട് തന്നെ ജോയിൻ ചെയ്തത്. എക്സ്ട്രീം പോയിന്റ്സിലൊക്കെ വിസിബിൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇത് തിക്ക് ലൈൻ വെച്ച് ജോയിൻ ചെയ്തത്. സോ ഓൾ എഡ്ജസ് വിൽ ബി വിസിബിൾ. ഈ ജോയിൻ ചെയ്ത എഡ്ജസ് ഒക്കെ വിസിബിൾ ആയിരിക്കും ഇത് ടോപ്പ് വ്യൂ. നൗ നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ പ്ലേസ് ചെയ്താൽ what will be the visibility of n faces? N faces എന്ന് പറഞ്ഞാൽ ബേസ് ഉണ്ട്, ടോപ്പ് ഫേസ് ഉണ്ട്. ഈ രണ്ട് n ഫേസിന്റെ വിസിബിലിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ളത്. Which one will be visible in the top view? ഈ ഒരു ക്വസ്റ്റ്യനിൽ which face will be visible? Which n face will be visible in the top view? പറയാൻ പറ്റില്ലേ? While we are looking from the top, which face will be visible? PQRS or ABCD? Which one will be visible? പറഞ്ഞത് ക്ലിയർ ആയില്ല? പറഞ്ഞത് മനസ്സിലായില്ല? ഓക്കെ ശരിയാണ്. ഓക്കെ ABCD ആണ് വിസിബിൾ അല്ലെ? എന്തുകൊണ്ടാണ്? ഇത് നോക്കാം, നമ്മൾ ടോപ്പ് വ്യൂ ചെയ്യുന്ന നമുക്ക് അടുത്ത് വരുന്ന ഏതാ? ഇങ്ങനെ വ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്ത് വരുന്ന ഫേസ് ഇതാണ് അല്ലെ? ഇവിടുന്ന് വ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, താഴത്തത് കാണാൻ പറ്റില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷനിൽ വ്യൂ ചെയ്യുമ്പോൾ the top face will be visible while the base will not be visible. Okay, top face is visible എന്ന് പറയുമ്പോൾ all edges of the top face will be now visible. So you have to mark like that. അതായത് ടോപ്പ് ഫേസിലെ എല്ലാ എഡ്ജസും വിസിബിൾ ആയിട്ട് മാർക്ക് ചെയ്യണം. ഇവിടെ ഓൾറെഡി 3 എഡ്ജസ് ബൗണ്ടറിയിൽ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് BC, CD and DE. അതിന് പുറമെ AB വിസിബിൾ ആയിരിക്കും, AF വിസിബിൾ ആയിരിക്കും, FE വിസിബിൾ ആയിരിക്കും. സോ all edges of the top face are visible. So അതെല്ലാം നമ്മൾ തിക്കായിട്ട് ഇവിടെ മാർക്ക് ചെയ്തു. Now about the base edges.
ബേസ് വിസിബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു പോർഷനിൽ ബേസ് വിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, രണ്ടും കാണാൻ പറ്റില്ലല്ലോ എന്തായാലും, ടോപ്പും ബേസും കാണാൻ പറ്റില്ല എന്തായാലും ഈ ഒരു പോർഷനിൽ. സോ ബേസ് ഈസ് നോട്ട് വിസിബിൾ. അപ്പോൾ സോ ബേസ് വിസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ബേസ് എഡ്ജിലെ റിമൈനിങ് എഡ്ജസ്, ഓൾറെഡി 3 എഡ്ജസ് ഇവിടെ ബൗണ്ടറിയിൽ ഉണ്ട്. ദാറ്റ് ഇസ് ടി യു യു പി ആൻഡ് പി ക്യു. ദീസ് ആർ ഓൾ ബേസ് എഡ്ജസ്. ഓക്കെ, ഇറ്റ്സ് ഓൾറെഡി ഇൻ ദ ബൗണ്ടറി. അപ്പൊ ബൗണ്ടറിയിൽ വരുന്നത് കൊണ്ട് തന്നെ അത് തിക്കായിട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. ബട്ട് remaining edges we have to mark it as invisible. Invisible എന്ന് പറയുമ്പോൾ what type of line are using for invisible lines? ഏത് ടൈപ്പ് ആണ്? ഡാഷ് ലൈൻ അല്ലേ യൂസ് ചെയ്യുന്നത്. സോ you have to join these corners using dash line. So TS dashed, then SR dashed, പിന്നെ QR. This also should be dash line. Okay, so നിങ്ങൾ എപ്പോഴും വരയ്ക്കുന്ന സമയത്ത് ചെയ്യേണ്ട പ്രൊസീജിയർ ആണ് പറഞ്ഞത്. ഫസ്റ്റ് യു ഹാവ് ടു join the extreme points to form the boundary. All the edges on the boundary will be visible in the top view. Then ഏത് എൻഡ് ഫേസ് ആണ് വിസിബിൾ നോക്കുക. സോ ഹിയർ വൈ ലുക്കിംഗ് ഫ്രം ദ ടോപ്പ്, അത് കൂടെ നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇൻ ദ ഫ്രണ്ട് വ്യൂ, ഈ ഫ്രണ്ട് വ്യൂവിൻ്റെ അത് നമ്മൾ ഈ ഡയറക്ഷനിലാണ് വ്യൂ ചെയ്യുന്നത്. ഈ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുന്ന സമയത്ത് അവേ ഫ്രം എക്സ് ലൈൻ ആയിട്ടുള്ള ഫേസ് ആയിരിക്കും വിസിബിൾ. Okay, you can see that away from x line ഇവിടെ വരുന്നത് ABCD ആണ്. PQRS is nearer to the x line. So ABCD will be visible in the top view. So all edges of the ABCD should be thick, continuous thick lines. So അത് join ചെയ്തു. And other base visible അല്ലാത്തതുകൊണ്ട് the remaining edges മാർക്കിൻ ബാക്കിയുള്ളത് ഡാഷ് ലൈൻ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. Now about the longer edges, any മാർക്ക് ചെയ്യാണ്ട് longer edges മാർക്ക് ചെയ്യാണ്ട് ഓൾറെഡി BQ and ET ലോങ്ങർ എഡ്ജസ് ഓൾറെഡി ബൗണ്ടറിയിൽ വന്നിട്ടുണ്ട്. റിമൈനിങ് എഡ്ജസ് ഏതൊക്കെയാണ്? റിമൈനിങ് എഡ്ജസ് നമുക്ക് ഈ ലോങ്ങർ എഡ്ജസ് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. AP, then BQ, CR, ബിഹൈൻഡിൽ വരുന്ന സമയത്ത് DS ബ്രാക്കറ്റിലുള്ളത് DS, ET, FU. ദീസ് ആർ ഓൾ ദ ലോങ്ങർ എഡ്ജസ്. ഇതാണ് നമുക്കിനി മാർക്ക് ചെയ്യാനുള്ളത്. സോ അതിൻ്റെ അത് എസ് വിസിബിൾ അല്ല. ഓക്കെ, S1 അതുപോലെ R1 വിസിബിൾ അല്ല. ഓക്കെ, ഇവിടെ എല്ലാം ഡാഷ് ലൈനിലേ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പോയിന്റ്സും വിസിബിൾ ആയിരിക്കില്ല. സോ അതുകൊണ്ട് തന്നെ അതിലൂടെ പോകുന്ന ലോങ്ങർ എഡ്ജസും വിസിബിൾ ആയിരിക്കില്ല. സോ S12 വരുന്നത് ഏതാ? S1D1. S1D, S ആൻഡ് D ആണ് ലോങ്ങർ എഡ്ജിന്റെ രണ്ട് എൻഡ്സ് അല്ലെ. SD എന്ന് പറയുന്നത് ലോങ്ങർ എഡ്ജ് ആണ്. സോ ഇതിലത് S വിസിബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ എസിലൂടെ പോകുന്ന ലോങ്ങർ എഡ്ജ് വിസിബിൾ ആവില്ല. സോ യു ഹാവ് ടു മാർക്ക് ഇറ്റ് യൂസിങ് ഡാഷ് ലൈൻ SD. അതുപോലെ ഇവിടെ R വിസിബിൾ അല്ല. സോ RC വിൽ നോട്ട് ബി വിസിബിൾ. RC will not be visible. Now വേറെ ഏതാ ബാക്കിയുള്ളത്? AP and FU. ലോങ്ങർ എഡ്ജസ് AP and FU. ഇവിടെ നിങ്ങൾക്ക് കാണാം A വിസിബിൾ ആണ്, P വിസിബിൾ ആണ്. സോ AP വിൽ ബി വിസിബിൾ. ഞാൻ ഇത് വരയ്ക്കുന്ന സമയത്ത് നേരത്തെ വരച്ച ഡാഷ് ലൈനിന്റെ മുകളിലൂടെ വരുന്നുണ്ട്. ഓക്കെ, അത് പ്രശ്നമല്ല, കുഴപ്പമില്ല. നമുക്കിവിടെ പ്രിഫറൻസ് കൂടുതൽ കൊടുക്കേണ്ടത് തിക്ക് ലൈൻ ആണ്. ഓക്കെ, എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുക തിക്ക് ലൈൻ ആണ്. സോ ഇങ്ങനെ ഒരേ പൊസിഷനിൽ വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് തിക്ക് ലൈന് പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, ഡാഷ് ലൈൻ അതിന്റെ അടിയിലൂടെ പോകുന്നതായിട്ട് അസ്യൂം ചെയ്യാം. സോ അതിൽ ഇവിടെയും U and F are visible. So UF തിക്ക് ആയിട്ട് മാർക്ക് ചെയ്യാം. So this will be the top view of the object in the actual position. ഓക്കെ, ക്ലിയർ ആണല്ലോ? കാണുന്നില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇവിടെ എന്തെങ്കിലും സംശയം ചോദിക്കാം, എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്ലിയർ ആണോ വരച്ചത്? സാർ ചോദിച്ചോ. ഈ ആദ്യത്തെ എഡ്ജ് വരക്കുമ്പോ ഈ ഹെക്സഗണ്ട് XY ലൈനിന് ഇത്ര ഡിസ്റ്റൻസ് വേണമെന്നുണ്ടോ? ഇതല്ലേ? ഓക്കെ, ഗുഡ് ക്വസ്റ്റ്യൻ, ഗുഡ് ക്വസ്റ്റ്യൻ. ഇത് ഈ ഡിസ്റ്റൻസ് എന്താ? ഡിസ്റ്റൻസ് ഫ്രം VP ആണ് അല്ലെ.
ഈ ഡിസ്റ്റൻസ് ഫ്രം വി പി നമ്മളോടൊന്നും പാർട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഒബ്ജക്റ്റിന്റെ നമ്മൾ എപ്പോഴും പറയുന്നത് ഈ എക്സ് ലൈനിന് താഴേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ എത്ര ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ മാറ്റിയത്. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിലൊന്നും തന്നില്ല, അങ്ങനെ മിക്കവാറും തരില്ല. ഓക്കെ, നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു സിമ്പിൾ പോർഷനുള്ള, ഇവിടെ അത് തന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര താഴേക്ക് വേണമെങ്കിലും വരക്കാം. പക്ഷേ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫസ്റ്റ് എഡ്ജ് വരയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് മുകളിൽ വരച്ചിട്ടുണ്ടെങ്കിൽ ഈ കോർണർ അത് എക്സ് ലൈനിൽ ടച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ എക്സ് ലൈനെ ക്രോസ് ചെയ്തിട്ടോ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് അവോയ്ഡ് ചെയ്യണം. ഓക്കെ, ഈ കോർണർ ഒരിക്കലും എക്സ് ലൈനെ ടച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ക്രോസ് ചെയ്തിട്ടോ വരും. ഇതിപ്പം എക്സ് ലൈനെ ടച്ച് ചെയ്താൽ അതിന്റെ ഉദ്ദേശം ഈ പോയിന്റ് വി പി ഇല്ലാതെ റെസ്റ്റ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് എഡ്ജ് വരയ്ക്കുമ്പോൾ കുറച്ച് താഴെയായിട്ട് വരയ്ക്കുക. അതുപോലെ അത് കുറച്ച് താഴെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ ഈ കോർണർ അതും ബിലോ എക്സ് ലൈൻ തന്നെ കിട്ടും. ഓക്കെ, ആ ഡിസ്റ്റൻസ് നമുക്ക് എത്ര ഇമ്പോർട്ടൻസ് ഇല്ല, എത്ര വേണമെങ്കിൽ എടുക്കുക ആ ഡിസ്റ്റൻസ്. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എനി അതർ ഡൗട്ട്? ഇപ്പൊ ഇതുപോലെ ചോദിക്കട്ടെ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആരാ ക്വസ്റ്റ്യൻ ചോദിച്ചത്? അനുരാഗാണോ? ആരാണ്? സിദ്ധാർത്ഥ സെനിൽ. സിദ്ധാർത്ഥ്. ഓക്കെ, ഗുഡ്. ബാക്കിയുള്ളവർ ഇതുപോലെ ചോദിക്കും കേട്ടോ, എന്നാലേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, സബ്ജക്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എനി അതർ ഡൗട്ട്? ഹെക്സഗണിന്റെ സൈഡിന്റെ ലെങ്ത്, യെസ് എടുക്കണം. ഹെക്സഗണിന്റെ സൈഡിന്റെ ലെങ്ത് ദിസ് ഈസ് 20 mm. ഇത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ബേസ് എഡ്ജ് ഈസ് 20 mm, ഹൈറ്റ് ഈസ് 50. നമ്മൾ അതേ ലെങ്ത് തന്നെ വരക്കണം. ഇതെല്ലാം ഈ വർഷമൊക്കെ 20 വരക്കുന്നത് കേട്ടോ. ഈ ഓരോ എഡ്ജും 20 ആണ്. ബട്ട് ഈ ഒരു വ്യൂവിൽ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് മാറും. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇനിഷ്യലി വരക്കുന്ന സമയത്ത് അതെല്ലാം കറക്റ്റ് അതേ ലെങ്ത്തിൽ വരക്കണം. ഫ്രണ്ട് വ്യൂവും കറക്റ്റ് സൈസിൽ വരക്കുക. ഇവിടെ മാറ്റി വരക്കുന്ന ഫ്രണ്ട് വ്യൂലും ഇതേ സൈസ് തന്നെ ഇവിടെ മാറ്റി വരക്കണം. ഓക്കെ, ബട്ട് അവസാനം കിട്ടുന്നത് അത് എങ്ങനെയാണ് കിട്ടുന്നത് അതുപോലെ വരയ്ക്കാം. ഓക്കെ, ഇത് ചെയ്ത് നോക്കണം, എന്നാലും മാത്രമേ ക്ലിയർ ആവുള്ളൂ കേട്ടോ. ഇന്ന് തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, സപ്പോസ് നിങ്ങളോട് റെസ്റ്റിംഗ് ഓൺ കോർണർ ആണ് പറഞ്ഞു തരിക. സപ്പോസ് ദ പ്രിസം ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ദ കോർണേഴ്സ് ഓഫ് ദ ബേസ്. അപ്പൊ എങ്ങനെ നിങ്ങൾ വരയ്ക്കുക? കോർണർ എച്ച് പിയിലായിട്ടാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ നിങ്ങൾ വരയ്ക്കുക? സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ വരക്കണം അല്ലെ? ഇങ്ങനെ വരച്ചു തുടങ്ങാം. അപ്പൊ അതിന്റെ ഫ്രണ്ട് വ്യൂ എങ്ങനെ നിങ്ങൾക്ക് കിട്ടുക? ഇതുപോലെയല്ലേ ഫ്രണ്ട് വ്യൂ വരിക? ഇങ്ങനെ വരും കേട്ടോ. രണ്ട് എഡ്ജ് നിങ്ങൾക്ക് രണ്ട് വെർട്ടിക്കൽ എഡ്ജ് വിസിബിൾ ആയിരിക്കും എക്സ്ട്രാ ബൗണ്ടറിക്ക് പുറമെ. ഇതുപോലെ വരയ്ക്കുന്ന സമയത്ത് കാരണം എന്താ വെച്ചാൽ ഫ്രണ്ടിൽ രണ്ട് വെർട്ടിക്കൽ എഡ്ജ് വരും. ഈ ഒരു പോസ്റ്റിൽ എടുക്കുന്ന സമയത്ത് കോർണർ എക്സ്ട്രീം പോസ്റ്റിൽ വരുന്ന സമയത്ത് യു ക്യാൻ സീ ദാറ്റ് ടു എഡ്ജസ് ആർ ഹിയർ. ഓക്കെ, എക്സ്ട്രീമിൽ റൈറ്റ് ലെഫ്റ്റിൽ ഒന്നും ഇവിടെ ഉണ്ട്, എക്സ്ട്രീം റൈറ്റിൽ ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്, അതിന് പുറമെ രണ്ട് എഡ്ജസ് ഇവിടെ ഉണ്ട്. സോ ദോസ് ടു എഡ്ജസ് യു ഹാവ് ടു മാർക്ക്. ഇതുപോലെയാണ് വരക്കുന്നതെങ്കിൽ വൈൽ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ദ കോർണേഴ്സ് ഓഫ് ദ ബേസ്. നമ്മൾ സിമ്പിൾ പോർഷൻ ഇതുപോലെയല്ലേ പ്ലേസ് ചെയ്യാൻ. അപ്പൊ അത് മാത്രം ശ്രദ്ധിക്കുക, ബാക്കിയുള്ള ഇതുപോലെ തന്നെ വരച്ചു പോയാൽ മതി. അതേപോലെ നൗ നമ്മളിവിടെ പറഞ്ഞതൊക്കെ റെസ്റ്റിംഗ് ഓൺ എച്ച് പി ആണ്. സിമിലർലി ദർ വിൽ ബി കണ്ടീഷൻ വെൻ ദ ഒബ്ജക്റ്റ് റെസ്റ്റിംഗ് ഓൺ വി പി. റെസ്റ്റിംഗ് ഓൺ വി പി, ഒരു എഡ്ജ് ബേസ് എഡ്ജ് വി പിയിലായിട്ട് റെസ്റ്റ്. ഇവിടെ ഗ്രൗണ്ടിൽ റെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. അതിന് പകരം സപ്പോസ് ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് ദ ഒബ്ജക്റ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ദ കോർണേഴ്സ് ഓൺ വി പി. റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ദ എഡ്ജസ് ഓൺ വി പി. എങ്ങനെയാണ് നിങ്ങൾ വരയ്ക്കുക? എങ്ങനെ വരയ്ക്കും? One of the edges on VP and axis inclined 35 degree to VP എന്ന് പറഞ്ഞു. Axis inclined 35 degree to VP. അപ്പൊ ഇതുപോലെ ആയിരിക്കും ആക്ച്വൽ പോർഷൻ. ഓക്കെ, ആക്സിസ് ഇൻക്ലൈൻ ടു VP ആയിട്ട് ഇങ്ങനെ വരും ഇതുപോലെ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ സിമ്പിൾ പോർഷൻ എങ്ങനെയായിരിക്കും? സിമ്പിൾ പോർഷൻ ഐഡന്റിഫൈ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇഫ് ദ ആക്സിസ് ഇൻക്ലൈൻ ടു VP, യു ഹാവ് ടു മേക്ക് ഇറ്റ് പെർപെൻഡിക്കുലർ ടു VP.
ഓക്കെ, സോ ആക്സിസ് പെർപെൻഡിക്കുലർ ടു വി പി ആയിരിക്കും സിമ്പിൾ പൊസിഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഏത് വ്യൂ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം? ഫ്രണ്ട് വ്യൂ ഓർ ടോപ്പ് വ്യൂ? If in the question axis inclined to VP and the object is resting on VP, simple position will be axis perpendicular to VP. Simple position ഐഡന്റിഫൈ ചെയ്യാൻ നോക്കേണ്ടത് ആക്സിൽ ഇൻക്ലിനേഷൻ ഏത് പ്ലെയിൻ ആണോ, ഏത് പ്ലെയിൻ ആയിട്ടാണ് ആക്സിൽ ഇൻക്ലിനേഷൻ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പൊസിഷൻ ആയി. അപ്പോൾ ഇവിടെ ആക്സിസ് പെർപെൻഡിക്കുലർ ടു വി പി ആയി കഴിഞ്ഞാൽ സിമ്പിൾ പൊസിഷൻ ആയി. അപ്പോൾ ആ പൊസിഷനിൽ നമുക്ക് എൻ ഫേസ് കാണുന്നത് ടോപ്പ് വ്യൂ അല്ലല്ലോ, ഫ്രണ്ട് വ്യൂ അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് വ്യൂ വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഫ്രണ്ട് വ്യൂ വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് ഇപ്പോൾ നെക്സ്റ്റ് ചെയ്യാം. സോ റൈറ്റ് ഡൗൺ ദ ക്വസ്റ്റ്യൻ, എഴുതിക്കോ. ഓക്കെ, അതിനു മുമ്പായിട്ട് ഒരു ക്വസ്റ്റൻ എഴുതിയെടുക്കും. ഇതും നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇത് ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. റൈറ്റ് ഡൗൺ എ ഹെക്സഗണൽ പിരമിഡ് ഓഫ് ബേസ് എഡ്ജ് 40 mm, a hexagonal pyramid of base edge 40 mm and altitude 80 mm. A hexagonal pyramid of base edge 40 mm and altitude 80 mm, 80 mm, rests on one of its base edges on the HP rests on one of its base edges on the HP with its axis inclined at 30 degree to the HP, with its axis inclined at 30 degree to the HP and parallel to the VP. Axis inclined 30 degree to the HP and parallel to the VP. Draw its plan and elevation. Draw its plan and elevation. Repeat again. A hexagonal pyramid of base edge 40 mm and altitude 80 mm rests on one of its base edges on the HP with its axis inclined at 30 degree to the HP and parallel to the VP. Draw its plan and elevation. ഓക്കെ, സോ ഇവിടെ ഒരു പിരമിഡ് ആണ് പറഞ്ഞത്. ഹെക്സഗണൽ പ്രിസത്തിന് പകരം ഒരു പിരമിഡ് ഗ്രൗണ്ടിൽ തന്നെയാണ്, ഓൺ HP തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, പിരമിഡ് ആകുമ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നോക്കുക. ഇതിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനത് ഇതിനിടക്കായിട്ട് പറഞ്ഞത്. പിരമിഡ് ആകുമ്പോൾ you can see that രണ്ട് എൻ ഫേസ് ഇല്ല, ഒരു എൻ ഫേസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ on the other side there is an apex. സോ അപ്പെക്സ് നിന്ന് എല്ലാ കോർണേഴ്സിലേക്കും ബേസ് കോർണേഴ്സിലേക്കും വരുന്നത് സ്ലാൻഡ് എഡ്ജസ് ആണ്. ഓക്കെ, ഈ സ്ലാൻഡ് എഡ്ജസ് നമുക്ക് ടോപ്പിൽ നിന്ന് കാണാൻ പറ്റില്ലേ? ഈ സ്ലാൻഡ് എഡ്ജസ് ടോപ്പിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങൾ ഇവിടെ ഈ ഒരു പോസ്റ്റിൽ ഫ്രണ്ട് നോക്കി കഴിഞ്ഞാൽ ഈ കോർണറിൽ നിന്ന് അപ്പെക്സ് നിന്ന് എല്ലാ ബേസ് കോർണേഴ്സിലേക്കും പോകുന്ന എഡ്ജസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. സിമിലർലി ഈ ഒരു പോസ്റ്റിൽ ഇത് ടോപ്പ് യു ഓൾസോ യു ക്യാൻ സീ ദാറ്റ്. ടോപ്പിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ എഡ്ജസ് ഒക്കെ കാണാം, ലോങ്ങർ എഡ്ജസ്. സോ ദ ടോപ്പ് യു വിൽ ബി ലൈക്ക് ദിസ്. നിങ്ങൾ നേരത്തെ ഹെക്സഗൺ വരച്ചതിന് അതുപോലെ തന്നെ, പക്ഷേ ടോപ്പ് വ്യൂവിൽ ഇത് തിക്കായിട്ട് റെപ്രസെന്റ് ചെയ്യണം. ദീസ് എഡ്ജസ് ഷുഡ് ബി റെപ്രസെന്റ് ഇൻ തിക്ക് കണ്ടിന്യൂസ് തിക്ക് ലൈൻ. ഇതൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്ലാൻഡ് എഡ്ജസ് ആണ്. ഇത് ഓ ആണെങ്കിൽ ഓന്ന് ബേസ് എഡ്ജസിലേക്ക് പോകുന്നത്. ബേസ് കോർണേഴ്സ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം, ABCDEF. അപ്പൊ അതിൻ്റെ അത് PQ ആർസ് എന്ന് പറഞ്ഞാൽ വേറെ കോർണേഴ്സ് ഉണ്ടാവില്ല. കാരണം എന്താ, ബേസ് കോർണേഴ്സ് മാത്രമേ ഉള്ളൂ, ടോപ്പ് ഫേസ് കോർണേഴ്സ് ഇല്ല. സോ ഈ ഒരു 6 കോർണേഴ്സും പിന്നെ അപ്പെക്സും മാത്രമേ ഉള്ളൂ. ഓക്കെ,
ആൻഡ് ഓൾസോ സിൻസ് ദ ഒബ്ജക്റ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് എന്നുള്ള കണ്ടീഷൻ ആയതുകൊണ്ട് റൈറ്റ് എക്സ്ട്രീമിൽ എഡ്ജ് വരുന്ന പോലെ തന്നെയാണ് വരേണ്ടത്. ഇവിടെയും കോർണറിലാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് എക്സ്ട്രീമിൽ കോർണർ വരുന്ന വിധത്തിൽ വരക്കേണ്ടി വരും. ഓക്കെ, ഇതിന്റെ ഫ്രണ്ട് വ്യൂ എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക? പിരമിഡിന്റെ ഫ്രണ്ട് വ്യൂ എങ്ങനെ ഉണ്ടാവുക? പിരമിഡിന്റെ ഫ്രണ്ട് വ്യൂ നിങ്ങൾക്ക് ഇതിങ്ങനെ ഒരു ഒബ്ജക്റ്റ്, ഇതിന്റെ കേസിൽ ഫ്രണ്ട് ബൗണ്ടറി എങ്ങനെയാണ്? ട്രയാംഗുലർ ഷേപ്പ് അല്ലേ? പിരമിഡിന്റെ കേസിൽ ഫ്രണ്ട് വ്യൂവിന്റെ ബൗണ്ടറി ഇറ്റ്സ് ബി എ ട്രയാംഗുലർ ഷേപ്പ് അല്ലേ? സോ ആദ്യം ലെഫ്റ്റ് എക്സ്ട്രീം റൈറ്റ് എക്സ്ട്രീം പോയിന്റ്സ് പ്രൊവൈഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ ആക്സിസ് ഇപ്പൊ ഈ സെന്റർ പോയിന്റ് നേരെ മുകളിലേക്ക് പ്രൊവൈഡ് ചെയ്ത് ആക്സിസ് എത്രയാണ്? 50 60 ആണെങ്കിൽ അത്രയും ലെങ്ത്തിൽ ആക്സിസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, എക്സ് ലൈൻ തൊട്ടിട്ടാണ് ആക്സിന്റെ ലെങ്ത് മെഷർ ചെയ്യേണ്ടത്. എക്സ് ലൈൻ തൊട്ടിട്ട് ആക്സിന്റെ ലെങ്ത് മെഷർ ചെയ്യുക. that is the height. Then mark the apex o dash. Now join like this. റൈറ്റ് എക്സ്ട്രീം ലെഫ്റ്റ് എക്സ്ട്രീം നമ്മൾ മുകളിലേക്ക് പ്രൊവൈഡ് ചെയ്ത പോയിന്റ്സ് ഉണ്ടാവും, അതിലേക്ക് ജോയിൻ ചെയ്യാം. ഇനി കോർണേഴ്സ് മാർക്ക് ചെയ്യാം. അതിൽ എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ് വിസിബിൾ ആയിരിക്കും, ഡി വിസിബിൾ ആയിരിക്കില്ല. സിന്റെ നേരെ ബാക്കിലായിട്ടാണ്, പിന്റെ ബാക്കിലായിട്ട് ഇ ഉണ്ട്, ദെൻ എന്റെ പുറകിലായിട്ട് എഫ് ഉണ്ട്. സോ എഫ് ഡാഷ്. നൗ യു ക്യാൻ സീ ദാറ്റ് ബി ഈസ് വിസിബിൾ. സോ ഇതിലൂടെ പോകുന്ന ഒരു ലോങ്ങർ എഡ്ജും കൂടെ വിസിബിൾ ആയിരിക്കും. ഓക്കെ, സോ this will be the front view and top view of the pyramid in the simple position. ഓക്കെ, മറ്റേതിനെക്കാട്ടും കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് കിട്ടുന്നതാണ്, കാരണം കൂടുതൽ കോർണേഴ്സ് വരും മറ്റേല്. ഓക്കെ, പ്രിസത്തിന്റെ അത് കൂടുതൽ കോർണേഴ്സ് വരും, ഇവിടെ കോർണേഴ്സ് കുറവാണ്. ഇനി ഇത് രണ്ടാമത് റീഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെ നിങ്ങൾ വരയ്ക്കാം? നമ്മുടെ ക്വസ്റ്റനിൽ എങ്ങനെയാണ് വരക്കുന്നത്? എത്ര ഇൻക്ലിനേഷനാണ് പറഞ്ഞത്? 30 ഡിഗ്രി ടു എച്ച് പി അല്ലേ? 30 ഡിഗ്രി ടു എച്ച് പി എന്ന് പറയുമ്പോൾ ഈ പ്രിസം വരച്ചതുപോലെ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? പ്രിസം വരച്ചതുപോലെ വരയ്ക്കാൻ പറ്റുമോ? പറ്റുമോ? അതായത് ഒരു ഫസ്റ്റ് ഞാൻ ബേസിൽ ഈ പോയിന്റ് ഇവിടെ ഫിക്സ് ചെയ്തു, ബിക്കോസ് ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ വരയ്ക്കുന്നു. അതിന്റെ ആക്സിന്റെ ഇൻക്ലിനേഷൻ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. സോ 30 ഡിഗ്രിയിൽ ഈ ലോങ്ങർ എഡ്ജ് എനിക്ക് വരയ്ക്കാൻ പറ്റുമോ? അങ്ങനെയാകുമ്പോൾ അത് കറക്റ്റായിട്ട് വരുമോ? പറയുന്നത് മനസ്സിലായിട്ടുണ്ടോ? ഇനി നമ്മൾ ഇത് വരച്ച് കംപ്ലീറ്റ് ചെയ്താൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ആക്സിന്റെ ഇൻക്ലിനേഷൻ ഇത് 30 ഡിഗ്രി ആയിരിക്കുമോ? ഈ ആക്സിന്റെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ഇതല്ല, ഇവിടെ ആക്സിസ് വരാം. ഇത് 30 ഡിഗ്രി, ഇത് 30 ഡിഗ്രി ആണെങ്കിൽ 30 ഡിഗ്രി ആയിരിക്കുമോ? അല്ലല്ലോ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദിസ് ഈസ് നോട്ട് പാരലൽ വിത്ത് ദ ആക്സിസ്. ഈ ഒരു എഡ്ജ് ആക്സിന് പാരലൽ ആയിട്ടുള്ള, നേരത്തെ പ്രസിഡന്റെ കേസിൽ അത് പാരലൽ ആയിട്ടാണ് വരുന്നുണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, നേരത്തെ പ്രിസം വരച്ചതുപോലെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ വേറെ എന്താ ചെയ്യാം? സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒന്നുകിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല, എല്ലാ പ്രോബ്ലം അങ്ങനെ ചെയ്യാം, ബുദ്ധിമുട്ടില്ല. അതായത് ആദ്യം ആക്സിസ് വരക്കുക 30 ഡിഗ്രിയിൽ, എന്നിട്ട് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ബേസ് വരുന്ന വിധത്തിൽ കറക്റ്റ് പോർഷൻ ഐഡന്റിഫൈ ചെയ്ത് ഇങ്ങനെ വെച്ച് നോക്കേണ്ടി വരും. സ്കെയിൽ സെറ്റ് സ്ക്വയർ മൂവ് ചെയ്ത് കറക്റ്റ് പോർഷൻ എത്തുമ്പോൾ മാർക്ക് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് പറയാം, നോക്കാം. അപ്പൊ ഇതുപോലെ ആയിരിക്കും നമുക്ക് ഒബ്ജക്റ്റ് വരുന്നുണ്ടാവും അല്ലെ? അപ്പൊ അതിൽ ദിസ് ഈസ് 30 ഡിഗ്രി, ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് ദിസ് ഇസ് 30 ഡിഗ്രി, യു നോ ദാറ്റ് ദിസ് ഇസ് 90 ഡിഗ്രി അല്ലെ? ഈ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണല്ലോ ബേസ് വരുന്നത്, ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ബേസ് വരിക. സോ ദിസ് ഇസ് 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണ് വരിക? ആംഗിൾ മെയ്ഡ് ബൈ ദ ബേസ് വിത്ത് ദ എക്സ്പോണന്റ്. ബേസ് എക്സ്പോണന്റ് മേക്ക് ആംഗിൾ എത്ര? 60 ഡിഗ്രി ആയിരിക്കുമല്ലോ അല്ലെ? ടോട്ടൽ ആംഗിൾ ഷുഡ് ബി 180 ഡിഗ്രി. 30, 90, 120 ആയി, റിമൈനിങ് 60 ഡിഗ്രി ആയിരിക്കും ഇവിടെ വരിക. എന്നാൽ അത് ടോട്ടൽ 120. സോ ദിസ് വിൽ ബി 60 ഡിഗ്രി. സോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ഈ എൻഡ് പോയിന്റ് തന്നെ ഫിക്സ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. സി തന്നെ ഫിക്സ് ചെയ്യാം. ഓക്കെ, C1 ഡാഷ് D1 ഡാഷ് ഫിക്സ് ചെയ്തു. ദെൻ പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്യാം. പ്രൊട്രാക്ടറിന്റെ ആംഗിൾ ഈ ഡാഷിൽ എടുക്കില്ല, ലെഫ്റ്റ് സൈഡിൽ മെഷർ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്യാം ആംഗിൾ. ഓക്കെ,
അത് ഈ ഒരു ആംഗിൾ ഈ ഒരു ഡയറക്ഷനിൽ മെഷർ ചെയ്യാം. സോ 60 ഡിഗ്രി മെഷർ ചെയ്തിട്ട് ബേസ് വരക്കുക. ഇപ്പൊ ബേസ് വരക്കുമ്പോൾ ഈ സെയിം ലെങ്ത് തന്നെ വരണം ബേസ് വരക്കുക. ദെൻ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ പോയിന്റ് കിട്ടുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. ആ പോയിന്റ് കിട്ടുന്നതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പസിൽ ഈ ലെങ്ത് എടുത്തിട്ട് ഈ ഒരു എൻഡിൽ നിന്ന് കട്ട് ചെയ്യാം, മറ്റേ എൻഡിൽ നിന്ന് കട്ട് ചെയ്യാം. സെയിം ലെങ്ത് ആണല്ലോ രണ്ട് ഭാഗത്തും വരിക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ കറക്റ്റ് ആക്സിന്റെ പോയിന്റ് പൊസിഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഇത്രയും ലെങ്ത് നേരം ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കുക. അങ്ങനെയും എഫക്ട്സ് കിട്ടും. രണ്ട് ടൈപ്പിൽ നിങ്ങൾക്ക് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് ചെയ്യാം. പിന്നെ ഈ ആംഗിൾ 60 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ അങ്ങനെ വരച്ചാൽ മതി. നിങ്ങൾ 30 ഡിഗ്രി മാത്രം റെപ്രസെന്റ് ചെയ്യുക. നിങ്ങൾക്ക് തന്ന ആംഗിൾ 30 ഡിഗ്രിയാണ് ആക്സിന്റെ ആംഗിൾ. സോ യു ഹാവ് ടു മാർക്ക് ദാറ്റ് ആംഗിൾ ഓൺലി. ദിസ് ഈസ് ഫോർ യുവർ കൺവീനിയൻസ്. സോ ഇത് വരക്കുന്നതിനുള്ള കൺവീനിയൻസിന് വേണ്ടിയാണ് 60 ഡിഗ്രി നമ്മൾ കണ്ടുപിടിച്ചത്. സോ ദാറ്റ് യു ഷുഡ് മാർക്ക്. അപ്പോൾ സി കിട്ടി, ഡി കിട്ടി. സിമിലർലി A1 dash, F1 dash, then B1 dash and E1 dash. ഓക്കെ, ഇതുപോലെ ഉണ്ടാവും. ഇനി ഇത് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ മിഡിൽ എഡ്ജ് കൂടെ മാർക്ക് ചെയ്യണേ. നേരത്തെ ചെയ്ത പോലെ തന്നെ, നേരത്തെ ഇതിനെക്കാളും കുറച്ചുകൂടെ എളുപ്പമായിട്ട് ഇവിടെ കിട്ടും. കാരണം എന്താ, ഇവിടെ പോയിന്റ്സിന്റെ എണ്ണം കുറവല്ലേ, പോയിന്റ്സിന്റെ എണ്ണം കുറവാണ്. അപ്പെക്സ് ഈ ടോപ്പ് ഫേസിൽ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ, ടോപ്പ് ഫേസ് ഇല്ല. അപ്പൊ നോക്കുകയാണെങ്കിൽ എ ആൻഡ് സി എല്ലാ പോയിന്റ്സും ഞാൻ ഇവിടെ റൈറ്റിലേക്ക് ലൈൻസ് പ്രൊവൈഡ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ അപ്പെക്സും ഒന്നും ഒരു ലൈൻ പ്രൊവൈഡ് ചെയ്ത് വെക്കാം. ഓക്കെ, സോ അത് തന്നെ O മാർക്ക് ചെയ്യാം. O ആൻഡ് O1 ഡാഷ് മീറ്റ് ചെയ്യുന്നത് O1 നെക്സ്റ്റ് A1 ഡാഷും എയും മീറ്റ് ചെയ്യുന്നത് ഇവിടെ A1. B ആൻഡ് B1 ഡാഷ് B1 C ആൻഡ് C1 ഡാഷ് മീറ്റ് ചെയ്യുന്നത് C1. ദെൻ D ആൻഡ് D1 ഡാഷ് മീറ്റ് ചെയ്യുന്നത് D1. E ആൻഡ് E1 ഡാഷ് E1. F ആൻഡ് F1 ഡാഷ് F1. Okay, so totally നമുക്കിവിടെ 7 points. We'll get 7 points. 6 points on the base and 1 apex. ഇവിടെ ഇത് ജോയിൻ ചെയ്യണമെങ്കിൽ if you are joining the extreme points. Okay, now എനിക്ക് ഇവിടുന്ന് നെക്സ്റ്റ് എക്സ്ട്രീം പോയിന്റ് ഡി അല്ല വരിക, O ആണ്. കാരണം ഇത് നേരെ സ്ട്രൈറ്റ് ജോയിൻ ചെയ്യാൻ എനിക്ക്. ഓക്കെ, അപ്പൊ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ബൗണ്ടറി ഫോം ചെയ്താൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താ, നെക്സ്റ്റ് ചെയ്യേണ്ടത് എൻ ഫേസിന്റെ വിസിബിലിറ്റി ആണ് നോക്കേണ്ടത്. അപ്പൊ ഇത് ടിൽറ്റ് ചെയ്താൽ ബേസ് എന്ന് പറഞ്ഞാൽ താഴെ വരുന്നതാണ്. ടോപ്പ് ഒന്ന് നോക്കിയാൽ ബേസ് കാണാൻ പറ്റില്ല. ബേസ് ഇതുപോലാണുള്ളതെങ്കിൽ കാണാൻ പറ്റും, ഇങ്ങനെ ചെയ്തിട്ടുള്ളതെങ്കിൽ. പക്ഷേ ഇത് ഈ ഒരു ആംഗിൾ, ഈ ഒരു ടൈപ്പിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ ബോഡി മൊത്തം കവർ ചെയ്ത് വരുന്നതുകൊണ്ട് ബേസ് കാണാൻ പറ്റില്ല. സോ ബേസ് വിൽ നോട്ട് ബി വിസിബിൾ ഇൻ ദ ടോപ്പ് വ്യൂ. നേരത്തെ പ്രിസ്റ്റിന്റെ കേസിലും ആ ബേസ് വിസിബിൾ ആയിരുന്നില്ല, അതുപോലെ തന്നെ ഇവിടെ വരാം. സോ ബേസ് ഇസ് നോട്ട് വിസിബിൾ. സോ റിമൈനിങ് എഡ്ജസ് ഓഫ് ദ ബേസ് ഷുഡ് ബി മാർക്ഡ് യൂസിങ് ഡാഷ്ഡ് ലൈൻ, ഇൻവിസിബിൾ ആയിരിക്കും. സോ ഈ ഡി 3 എഡ്ജസ് ഓൾറെഡി ബൗണ്ടറിൽ വന്നിട്ടുണ്ട്, AB, EF and AF. So remaining edges should be marked using dashed line. Okay, അപ്പോൾ ഇത് മാർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി പോയിന്റ് C വിസിബിൾ ആയിരിക്കില്ല, പോയിന്റ് D വിസിബിൾ ആയിരിക്കില്ല. പോയിന്റ് C and point D, both of them are not visible. So the longer edges through them എന്തൊക്കെയാ, OD and OC, longer edges, അതായത് slant edges, അതും വിസിബിൾ ആയിരിക്കില്ല. സോ മാർക്ക് യൂസിങ് dashed line. ഇനി ഏതാ എഡ്ജ് ബാക്കിയുള്ളത്, ലോവർ എഡ്ജ്. BO ആൻഡ് EO ഓൾറെഡി ബൗണ്ടറിയിൽ വന്നിട്ടുണ്ട്. റിമൈനിങ് AO ആൻഡ് FO ആണുള്ളത്. ഇതിൽ A വിസിബിൾ ആണ്, F വിസിബിൾ ആണ്. ഓക്കെ, സോ ഇത് ഇങ്ങനെയുള്ളത് ഇങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ വരുന്ന രണ്ട് എഡ്ജസ് നമുക്ക് വിസിബിൾ ആയിരിക്കും. ടോപ്പ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് ഈ കോർണർ വിസിബിൾ ആണ്, ഈ കോർണർ വിസിബിൾ ആണ്. സോ അതിലൂടെ പോകുന്ന ലോങ് എഡ്ജ് വിസിബിൾ ആയിരിക്കും. സോ അത് നിങ്ങൾക്ക് തിക്ക് ചെയ്ത് മാർക്ക് ചെയ്യാം. So this will be the top view of the pyramid in the active position. Okay അല്ലേ, സിമിലർ മറ്റേതുപോലെ തന്നെയാണ്. ആകെ വ്യത്യാസം വരുന്നത് ഇവിടെ ആംഗിൾ എടുക്കുന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് അതിന്റെ കൂടെ തന്നെ ഇത് ഞാൻ പറഞ്ഞു പോയത്.
ഓക്കെ, ക്ലിയർ? ഓക്കെ, സോ അത് ഇന്ന് തന്നെ നിങ്ങൾ ഇത് ചെയ്ത് 2 പ്രോബ്ലം ചെയ്ത് നോക്കണം. ഞാൻ പറയാം, നമ്മൾ ഈ ചെയ്യുന്ന ഇൻക്ലൈൻ ടു വൺ പ്ലെയിനിലാണ് ഞാൻ എന്തായാലും ക്വസ്റ്റ്യൻസ് എക്സാമിന് ഇടുന്നത്. ബട്ട് നിങ്ങൾ ഇത് പഠിക്കുക, എക്സാക്ട് സെയിം തന്നെ ഇടണമെന്നില്ല. ഓക്കെ, റെസ്റ്റിംഗ് ഓൺ വി പി ആവാം, റെസ്റ്റിംഗ് ഓൺ എച്ച് പിക്ക് പകരം റെസ്റ്റിംഗ് ഓൺ വി പി ചോദിക്കാം, എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്ന ചോദിക്കാം, കോർണറിൽ റെസ്റ്റ് ചെയ്യുന്ന ചോദിക്കാം. ഓക്കെ, ഓരോ കണ്ടീഷൻസും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ കണ്ടീഷനിൽ എങ്ങനെയാണ് ഇതിന്റെ ടോപ്പ് വ്യൂ വരിക അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ 2 പ്രോബ്ലംസ് നിങ്ങൾ ഇത് തന്നെ കംപ്ലീറ്റ് ചെയ്യുക, അതിന്റെ അയച്ചിടാൻ ഞാൻ വെരിഫൈ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ അസൈൻമെന്റ്സ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തില്ലേ? അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലേ? ഇന്ന് 8:30 ആണ് പറഞ്ഞത് ടൈം. ഓക്കെ, ഇനി നമുക്കിവിടെ ലെറ്റ് സ്റ്റോപ്പ് ഹിയർ, ഡു ദ പ്രോബ്ലംസ് ആൻഡ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ക്ലിയർ ചെയ്യാം. റെക്കോർഡ് വീഡിയോസ് നോക്കുക. ഓക്കെ, റെക്കോർഡ് വീഡിയോസ് ചില പ്രോസസ് ചെയ്യുമ്പോൾ മിക്കവാറും ഒരു ഉച്ച ആ സമയത്താകുമ്പോഴേ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുള്ളൂ കേട്ടോ, ആ സമയത്ത് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇങ്ങനെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ശരി, താങ്ക് യു.